സോ അടുത്തത് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഓക്കെ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നിട്ടാണ്. ഓക്കെ, അതിൻ്റെ സബ് ടോപ്പിക്ക് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് ലോജിക് ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് പറയാൻ പറ്റും. സോ ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നിട്ടും ലോജിക് ഗേറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ചോദ്യമാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ചോദ്യം നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് എന്നുള്ളത്. ആ ക്വസ്റ്റിനോട്ട് ശ്രദ്ധിക്കാം. ദ ട്രൂത്ത് ടേബിൾ ഫോർ ദിസ് ഗിവൺ സർക്യൂട്ട് ഈസ് എന്നാണ്. സോ നമ്മൾക്ക് ഇവിടെ ഒരു ലോജിക് ഗേറ്റിൻ്റെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. സോ ആ സർക്യൂട്ട് നമ്മളോട് തന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ട്രൂത്ത് ടേബിൾ ഏത് ട്രൂത്ത് ടേബിളുമായിട്ടാണ് ഈ പറഞ്ഞ ലോജിക് ഗേറ്റ്സ് കറക്റ്റായിട്ട് മാച്ച് ആകുന്നതെന്നാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾക്ക് ഈ കറക്റ്റ് ട്രൂത്ത് ടേബിൾ എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഇൻപുട്സ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക മക്കളെ. ഇവിടെ നമ്മൾക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എ ആണ് എങ്കിൽ അത് ഇതുവഴി വരുമ്പോൾ എന്താകും? എ ബാർ ആകും. ആണല്ലോ, ഇതെന്താകും? എ ബാർ ആകും. സോ ഇവിടെ ചെല്ലുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചെല്ലുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എ ബാറും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിയുമായിരിക്കും. ഓക്കെ, നൗ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ഈ ബി തന്നെയാണ് ഇതുവഴി ചെല്ലുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ബി എന്നും വരും. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നടക്കുന്ന, അതായത് ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് ആൻഡ് ഗേറ്റ് ആണല്ലോ. സോ ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എ ആൻഡ് ബി. അല്ലേ? ആണല്ലോ. ഇവിടെ എന്താണ് ഇൻപുട്ട്? എയും ബിയുമാണ് അല്ലേ? സോ ഇവിടുത്തെ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബാർ ഡോട്ട് ബി ആയിരിക്കും. കാരണം ഇത് എന്ത് ഗേറ്റ് ആണ്? ആൻഡ് ഗേറ്റ് ആണ്. സോ ഓക്കെ, സോ എ ഡോട്ട് ബി എന്നും എ ബാർ ഡോട്ട് ബി എന്നും എടുത്തു. ഇനി നമ്മൾക്കറിയാം ഈ തന്നിരിക്കുന്ന ഗേറ്റ് എന്ന് പറയുന്നത് ഏതാ മക്കളെ? നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഓർ ഗേറ്റ് ആണ്. ആണല്ലോ. അതുകൊണ്ട് തന്നെ സോ ഇവിടുത്തെ ഈ ഓർ ഗേറ്റിലോട്ട് പോകുന്ന രണ്ട് ഇൻപുട്ട് വളരെ കൃത്യമാണ്. എ ഡോട്ട് ബിയും എ ബാർ ഡോട്ട് ബിയുമാണ്. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഡോട്ട് ബി ഓക്കെ പ്ലസ് എ ബാർ ഡോട്ട് ബി എന്ന് വരും. കാരണം ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഗേറ്റ് ഓർ ഗേറ്റ് ആണ്. ഞാൻ പലതവണ പറഞ്ഞു, എന്നിരുന്നാലും ഒന്നുകൂടെ പറയുകയാണ്. സോ നമ്മൾക്ക് ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ നമുക്ക് ബി എന്തായിട്ടുണ്ട്? കോമൺ ആയിട്ടുണ്ട്. പിന്നെന്താണ് അകത്തുള്ളത്? എ പ്ലസ് എ ബാർ എന്നാണ്. ശരിയല്ലേ? സോ എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. എങ്ങനെ? ബിക്കോസ് ഇഫ് എ ഈസ് 1 ദെൻ എ ബാർ ഈസ് ഗോയിങ് ടു ബി 0. ശരിയാണല്ലോ? നൗ ഇഫ് എ ഈസ് 1 ദെൻ എ ബാർ ഈസ് ഗോയിങ് ടു ബി 0. അവർ തമ്മിൽ അഡീഷൻ നടക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരുന്നത്. ആസ് പെർ ബൂളിയൻ ആൾജിബ്ര അറിയാമല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്, അതായത് y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? ബി എന്ന് കിട്ടും. സോ y ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ബി തന്നെയാണ്. അതായത് നമ്മൾ ബിയിൽ കൊടുക്കുന്ന എന്ത് വാല്യൂ ആണോ അത് തന്നെ ആയിരിക്കും എന്ത് ഔട്ട്പുട്ടിൽ വരുന്നത്. സോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനിലെ ബിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ വൈൻ്റെ വാല്യൂ തമ്മിൽ കറക്റ്റായിട്ട് മാച്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ നമ്പർ 2 ആയിരിക്കും.